ഈ ഒരു നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുമായി ഇന്ന് സംസാരിപ്പാൻ ഈ ഒരു ലൈവിൽ ജീവനോടെ എന്നെ അവശേഷിപ്പിച്ചതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ തിരുവെഴുത്തുകളുടെ അകത്തൂടെ എന്നെ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേർക്കായിട്ട് നന്ദി. തിരുവെഴുത്തുകളുടെ അകത്തൂടെ എന്നെ അറിയുന്നവർക്കും എന്നെ ഷെയർ ചെയ്യുന്നവർക്കും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നവർക്കുമായി സ്തുതി. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എൻ്റെ ലക്ഷ്യം പണമോ പ്രശസ്തിയോ യാതൊരു കാര്യങ്ങളും കിട്ടാനല്ല. എൻ്റെ കുറച്ച് സമയം ഞാൻ ജോലിക്കിടയിൽ മാറ്റിവെച്ചിട്ട് ലൈവ് ചെയ്യുന്നതിൻ്റെ കാരണം ജനം സത്യം തിരിച്ചറിയാനും സത്യത്തിലേക്ക് അവർ വഴി നടക്കാനും. കാരണം ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും പണം, പ്രശസ്തി എന്തെങ്കിലും ഒന്ന് കാണാതെ അവരൊരു കാര്യം ചെയ്യത്തില്ല. ദൈവം നമുക്ക് തന്നത് സൗജന്യമായി കൊടുക്കാൻ ആർക്കും അറിയത്തില്ല. അത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് ഇന്ന് ഈ യൂട്യൂബ് ലൈവ് ഞാൻ തിരഞ്ഞെടുത്തത്. ഒത്തിരി പേർ സമാധാനമില്ലാതെ കുടുംബ തകർച്ചകളിൽ, പ്രശ്നങ്ങളിൽ, പണമുണ്ടായിട്ടും ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവർ, പണമില്ലാതിരുന്നിട്ട് അതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. രോഗിയായ ആൾക്കാർ, മാനസിക വിഭ്രാന്തിയിലുള്ള ആൾക്കാർ, എന്ത് ചെയ്യും എന്ന് ഒരു ചിന്താഗതിയില്ലാത്ത ആൾക്കാർ, അതെല്ലാം മതത്തിലൊക്കെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ മതം അവർക്കൊരിക്കലും ഒരു സൊല്യൂഷൻ കൊടുക്കാറില്ല. സത്യദൈവത്തിനടുക്കൽ മാത്രമേ അവർക്ക്, ഈശ്വര ചൈതന്യമായ ദൈവത്തിൻ്റെ അടുക്കൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ കർത്താവിൻ്റെ പെന്തക്കോസിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു മീഡിയയിൽ വേല ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. ഇന്നും ദൈവം പെന്തക്കോസുകാരനല്ല, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന, ക്രിസ്തുവിനെ വഹിക്കുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ എന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയും. എന്നെ കേൾക്കുന്നവർ, ഞാൻ ചുരുക്ക സമയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലോകത്തിലെ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിച്ചത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗവും, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ ഒരു അംശം കിട്ടും. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കെട്ടത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മരണശേഷം നരക തുല്യമായി നമ്മൾ ജീവിക്കേണ്ടി വരും എന്ന് നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ആരെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ മതഗ്രന്ഥങ്ങളിൽ നിന്നും മത നേതാക്കന്മാർ പഠിപ്പിച്ചതാണ്. പക്ഷേ അങ്ങനൊരു സംഭവം മതം പറയുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരു വലിയ സത്യം. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ശിക്ഷ എവിടെ വെച്ച് കിട്ടും എന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ പ്രപഞ്ചത്തിനകത്ത് സകലത്തിനും ദൈവം റൂള് വെച്ചിട്ടുണ്ട്. ആകാശത്ത് സഞ്ചരിക്കുന്ന പറവകളായാലും, ഭൂമിയിൽ സഞ്ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളായാലും, അതിൽ തന്നെ മൃഗങ്ങളായാലും, മരങ്ങളായാലും, സസ്യങ്ങളായാലും, വെള്ളത്തിൽ പോകുന്ന ചെടിയായാലും, എല്ലാത്തിനും, സമുദ്രത്തിന് പോലും ദൈവം അതിര് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് അനുവാദമില്ലാതെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനൊരാക്കം കൂട്ടാതെ, ഒരു പ്രശ്നം വരാതെ അതൊരിക്കലും തിരിച്ചടിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ വലിയ ഒരു സത്യം ഞാൻ ഈ ഇടയ്ക്ക് ഒരിക്കൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ദൈവം റൂള് വെച്ചിട്ടുണ്ട്. അതിലൊരു റൂളാണ് മനുഷ്യനും ദൈവം റൂള് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പറയാറില്ലേ, നീ മുകളിൽ ഒരാൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്, നിനക്ക് ദൈവം പണി തരും എന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അതിനകത്തുണ്ട്. അതറിയാമോ? നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അതിനകത്തുണ്ട്. അത് യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പ്രപഞ്ചത്തിലെല്ലാത്തിനും ദൈവം റൂള് സെറ്റ് ചെയ്തപ്പോൾ മനുഷ്യന് ദൈവം മറ്റുള്ള മനുഷ്യരെ ദ്രോഹിക്കാതിരിക്കാൻ, തമ്മിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം അവർക്ക് കൊടുത്ത റൂളാണ് നമ്മൾ പറയുന്നത്. ദൈവം എല്ലാം കണ്ടിട്ടുണ്ട്. അല്ല, ദൈവം നമ്മളെ ഒരിക്കലും ശിക്ഷിക്കുകയോ അടിക്കാനോ ഇടിക്കാനോ വരത്തില്ല. ദൈവം വെച്ചിരിക്കുന്ന റൂള് അതിൽ കടന്ന് പോകുമ്പോൾ ആ റൂള് നമ്മെ ഭരിക്കുന്നതാണ്. ഞാനിന്ന് നിങ്ങളോടുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ അതൊക്കെയാണ്. അതിനുവേണ്ടി പ്രാരംഭത്തിൽ ബൈബിളിനകത്തുനിന്നൊരു വാക്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിനകത്ത് നമ്മൾ
വായിക്കുമ്പോൾ ഈ ഒരു വേർഡ് പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും മടങ്ങിപ്പോകുന്നൊരു വാക്യം. സോറി, ഇതല്ല, ഞാനത് അവസാനം എടുക്കാൻ വേണ്ടി ഈ വേർഡാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:10 വാക്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകട്ടെ തീയതാകട്ടെ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു. വളരെ സൂക്ഷ്മതയോടെ പഠിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് എന്നാണ്. അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ പഠിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം മതഗ്രന്ഥങ്ങളിൽ, യഹൂദന മതഗ്രന്ഥങ്ങളിൽ കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോയൊരു മനുഷ്യനാണ്. അദ്ദേഹം ദൈവവുമായിട്ട് യഥാർത്ഥ ജീവനുള്ള ക്രിസ്തു എന്ന സത്യവുമായി താൻ ഏകീഭവിക്കുകയും അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ നമ്മൾ ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പറയും, നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നരകം തന്നെയാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പേ നരകമുണ്ടെന്ന് അവർ അറിയുന്നില്ല. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകട്ടെ തീയതാകട്ടെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പൗലോസ് എഴുതിയ ഒരു വേർഡാണ്. ശ്രീ ശങ്കരാചാര്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവൻ്റെ മരണശേഷവും അവനെ പിന്തുടരും എന്നാണ്. നിങ്ങൾക്കറിയാമോ, ഹിന്ദുയിസത്തിൽ പറയുന്നതും മുസൽമാനായ ഒരു മനുഷ്യൻ പറയുന്നതും ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ പറയുന്നതും എല്ലാ മതഗ്രന്ഥങ്ങളും വിരൽ ചൂണ്ടുന്ന ഒറ്റ കാര്യത്തിലേക്കാണ്. ഹിന്ദുയിസത്തിനകത്ത് ഏറ്റവും വലിയ പാപം ഏതെന്ന് ചോദിച്ചാൽ പ്രൈഡാണ്, അഹങ്കാരം. 2ാമത്തെ സ്റ്റാൻസിൽ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ധർമ്മയുഗ എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്നൊരു വേർഡാണ്, ദൈവത്തിന് അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കുന്ന നിലയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അത് തമ്മിൽ എൻവി ആകാതിരിക്കാൻ, ഒരസലുണ്ടാകാതിരിക്കാൻ ഹിന്ദുയിസം ഗോഡ്സിനകത്ത് അല്ലെങ്കിൽ അവരുടെ യജുർവേദ എന്ന് പറയുന്ന അതിനകത്ത് എഴുതിയിട്ടുള്ള ഒരൊറ്റ വിഷയമാണ്. യജുർവേദ വേദങ്ങളിൽ ഒരു വേദത്തിനകത്ത് എഴുതിക്കുന്ന ഒരു വിഷയമാണ്. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇതെല്ലാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്തതല്ല, ഈ ഒരാൾ വേറെ ഒരാൾക്കെതിരെ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഇന്ന് ഭൂമിയിൽ നമ്മൾ നോക്കി യേശുക്രിസ്തു പറഞ്ഞൊരു വിഷയമുണ്ട്, മനുഷ്യൻ്റെ അകത്തേക്ക് പോകുന്നതൊന്നും അവനെ അശുദ്ധനാക്കുന്നില്ല, മനുഷ്യൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യൻ്റെ അകത്തു നിന്ന് പുറത്തു വരുന്നത് അശുദ്ധനാക്കുന്ന ദുശ്ചിന്ത, കൊലപാതകം, ഇതെല്ലാം അവന് ദുശ്ചിന്ത അവനിലുണ്ടായിട്ട് വേറെ ഒരുത്തന് പ്രശ്നം ഉണ്ടാവുകയാണ്. കൊലപാതകത്തിൻ്റെ സ്വഭാവം അവനിലുണ്ടായിട്ട് വേറൊരുത്തനെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് തങ്ങളുടെ അകത്ത് വന്നിട്ട് മറ്റൊരുത്തനെ ഹാംഫുള്ളായിട്ട് വരുന്നതിനെക്കുറിച്ചാണ് എല്ലാ വേദങ്ങളും പറയുന്നത്. ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം പരിണതഫലം നമ്മൾ വിചാരിക്കുക, നമുക്ക് കിട്ടത്തില്ല, നമുക്ക് നരകത്തിൽ പോയാൽ അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ അടിച്ചുപൊളിച്ച് ജീവിച്ച് അവിടെ പോയി കിട്ടും. നിങ്ങൾ തെറ്റുപറ്റിപ്പോയി. ഈ ഭൂമിക്കകത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും ശങ്കരാചാര്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പിറകിൽ തന്നെ അതിൻ്റെ ഉത്തരം വന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ, ഞാൻ ആ വാക്യം വീണ്ടും ബൈബിളിലെ ഒരു വാക്യം ഒന്നുകൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അവനവൻ അടിവരയിടണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനം, ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പേ വെളിപ്പെടേണ്ട. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ക്രിസ്തു എന്നോ വരും, ആ ക്രിസ്തുവിൻ്റെ ന്യായാസനം ഇവിടെ കാണും. ആ ക്രിസ്തുവിൻ്റെ ന്യായാസനം ഇവിടെ കാണുമ്പോൾ
നമ്മൾ ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനകത്ത് നമ്മൾ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും. മുമ്പിൽ ചെന്ന് നിന്ന് കുറച്ച് കഴിയുമ്പോൾ ദൈവം പുസ്തകം തുറന്ന് നമ്മളോട് തെറ്റ് ചെയ്ത് നമ്മളെ നരകത്തിലും നന്മ ചെയ്ത് നമ്മളെ സ്വർഗത്തിലും ആക്കുമെന്നൊക്കെയാണ് നമ്മളെ പഠനം. എന്നാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം അവനവൻ തൻ്റെ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തക്കവണ്ണം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് ഏർപ്പെടും. ക്രിസ്തുവിൻ്റെ ന്യായാസനം എവിടെ? ദൈവം ഇരിക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ക്രിസ്തു ഇരിക്കുന്ന സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ദ ത്രോൺ ഓഫ് റൈറ്റസ്നെസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നീതിയുടെ സിംഹാസനം. ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന ദൈവത്തിൻ്റെ റൂളർഷിപ്പാണ്. ഒരു ചെടിയെ വെട്ടിയാൽ ആ ചെടി തിരിച്ച് കിളിർത്ത് വരുന്നത് ദൈവത്തിൻ്റെ റൂളർഷിപ്പാണ്. അതിൻ്റെ പേരാണ് റൂളർഷിപ്പുള്ള ദൈവത്തിൻ്റെ നീതിയുടെ സിംഹാസനം. ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ചെടി വെട്ടുമ്പോൾ ചെടി വെട്ടിയാൽ കിളിർക്കുന്നുണ്ട്, മനുഷ്യനെ വെട്ടിയിട്ട് ചെന്ന് വെള്ളമൊഴിച്ചാൽ കിളിർക്കും? ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായ ചട്ടങ്ങളും നിയമങ്ങളും ദൈവം ഈ ഭൂമി വെച്ചിട്ടുണ്ട്. വള്ളിച്ചെടികൾക്ക് പ്രത്യേക നിയമം, അങ്ങനെ ഓരോ ചെടികൾക്ക് പോലും ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കടന്ന് അതിന് പോകാൻ പറ്റത്തില്ല. അല്ല, ദൈവം എല്ലാത്തിനും രാവിലെ എഴുന്നേറ്റ് വന്ന് എല്ലാത്തിനും ഭരിക്കാൻ വേണ്ടി നടക്കത്തില്ല. എല്ലാത്തിനും റൂളർഷിപ്പ് വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രപഞ്ചത്തിന് സകല മനുഷ്യനും ഭരിക്കാൻ ഒരു നിയമം വെച്ചിട്ടുള്ളതുപോലെ ഇന്ത്യക്കകത്ത് നിയമങ്ങളുണ്ട്. വാഹനം ഓട്ടിക്കുമ്പോൾ വാഹനത്തിന് നിയമമുണ്ട്. വാഹനം ഓട്ടിക്കുന്ന നിയമം എടുത്ത് നമ്മൾ വേറെ ഒരു ജോലി സ്ഥലത്ത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ നിയമം അതിൻ്റെ സ്ഥലത്ത് വേണം. അതുപോലെ ദൈവം ഈ ഭൂമിക്കകത്ത് എല്ലാ മനുഷ്യനുൾപ്പെടെ എല്ലാത്തിനും റൂൾ വെച്ചിട്ടുണ്ട്. മനുഷ്യൻ പ്രപഞ്ചത്തിനകത്ത് കൊണ്ടുവന്ന് കടലിലേക്ക്, സമുദ്രത്തിലേക്ക് റേഡിയോ ആക്ടിവിറ്റിയുള്ള സംഭവങ്ങൾ കൂടുതൽ തള്ളുമ്പോൾ ഭൂകമ്പങ്ങളുണ്ടാകും. അത് സുനാമിയായിട്ട് വരും. ഉടനെ നമ്മൾ ദൈവത്തെ പറയും. ദൈവമല്ല ചെയ്യുന്നത്, മനുഷ്യനാണ് ചെയ്യുന്ന എല്ലാ പരിപാടിയും. മനുഷ്യൻ ചെയ്യുന്ന പരിപാടിക്കാണ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സകല മരങ്ങളും വെട്ടി നശിപ്പിച്ചു, എന്നിട്ട് പറയും ചൂട് കൂട്ടുന്നു, അവിടെ ഒരു വീട് വയ്ക്കും. വീട് വെച്ചിട്ട് മരം നടത്തില്ല. വീണ്ടും ആ സന്തുലിതാവസ്ഥ മാറി ആ ഏരിയയിലുണ്ടായിരുന്ന ചുറ്റുപാടുമുള്ള സന്തുലിതാവസ്ഥ മാറും. എൻ്റെ വീടിനടുത്താണ് ഈ ആക്കുളം എന്ന് പറയുന്നത്. എൻ്റെ വീടിനടുത്താണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വാഹനം ഓടിച്ച് അതിലെ പോകുന്നവരാണ്. അപ്പോൾ എനിക്കറിയാം, എൻ്റെ വീട്ടിനവിടെ നിന്ന് പോകുമ്പോൾ ഭയങ്കര ചൂടാണ്. പകലൊക്കെ രാത്രിയൊക്കെ നമ്മൾ പോകുമ്പോൾ ചൂടാണ്. എന്നാൽ ആ ആക്കുളത്തിന് കയറുന്നതിന് മുമ്പേ ഒരു കണ്ടൽക്കാടും ഇതൊക്കെ സൈഡിലുണ്ട്, നിഷിൻ്റെ അടുത്തായിട്ട്. അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് തണുപ്പ് തുടങ്ങും. കാരണം എന്താ, അവിടുത്തെ സന്തുലിതാവസ്ഥയാണ്. നാളെ മണ്ണിട്ട് നിർത്തി കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ രണ്ട് സ്ഥലത്തും ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് രീതിയിലുള്ള, കാരണം ചെടി കൂടുതലുണ്ട്, വെള്ളം കൂടുതലുണ്ടെന്നൊക്കെയാണ് അവിടുത്തെ അറിവ്. മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങളുടെ കാരണം. അപ്പോൾ മനുഷ്യനോട് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ദൈവം പല ഗ്രന്ഥങ്ങളും പല രീതിയിൽ ഒരേ സബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മാത്സര്യം എന്ന് പറഞ്ഞാൽ മത്സരിക്കുക. ഇതെല്ലാം പ്രൈഡിനകത്തുള്ള സംഭവമാണ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു അഹങ്കാരവും അഹംഭാവവുമാണ് എല്ലാ വേദങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന കാതലായ സംഭവം. അപ്പോൾ ക്രിസ്തു ഇരിക്കുന്ന ത്രോണെന്ന് പറഞ്ഞാൽ റൂളർഷിപ്പാണ്. സകല പ്രപഞ്ചത്തെയും ഭരിക്കുന്ന റൂളർഷിപ്പാണ് ക്രിസ്തു ഇരിക്കുന്ന ത്രോൺ. ഈ ത്രോണിൽ ക്രിസ്തു ഇരിക്കുന്നു എന്നല്ല എഴുതിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഞാനൊരു പെട്ടെന്ന് ചിന്തിച്ചൊരു വിഷയമാണ്, ഞാനത് പറഞ്ഞുതരാം. ദ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്നൊരു വാക്യമാണ്, ബൈബിളിലുള്ള വാക്യമാണ്. ഹോപ്പ് ഓഫ് ഗ്ലോറി എന്നൊരു വേർഡ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:27 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? നമ്മളിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ഭരിക്കുന്നവനായ ക്രൈസ്റ്റ് എന്ന അനോയിൻറ്റ്മെൻറ്റ്. അതായത് ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രൂപം നമ്മുടെ മുമ്പിൽ വരും. യേശുക്രിസ്തുവിൻ്റെ രൂപമൊന്നുമല്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു അഭിഷേകമാണ്. ഒരു മനുഷ്യനെ നടത്താനുള്ളൊരു എന്ത് പറയാനാ, ഒരു എനർജിയാണ് പ്രപഞ്ചത്തിനകത്ത്.
ഈ സകലതും അവനിലേക്കും സകലതും അവന് വേണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്നു എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സകലത് എനർജിയാണത്. ഇന്ന് പ്രപഞ്ചത്തിന് സയൻറ്റിസ്റ്റിനോട് ചോദിച്ചാൽ പറയും പ്രപഞ്ചം നിൽക്കുന്ന എനർജിയിലാണ്. ഈ എനർജിയാണ് നമ്മൾ പറയുക പോസിറ്റീവ് എനർജി. എന്താ പോസിറ്റീവ് എനർജി? ദൈവമാണ് പോസിറ്റീവ് എനർജി. അപ്പോൾ എനർജി, ഈ തീമെന്ന് പറഞ്ഞാൽ എനർജിയാണ്. ദൈവം എന്ന് പറയുന്ന ആൾ നമ്മളെ ഉള്ളിൽ വസിക്കുകയാണ്. ക്രൈസ്റ്റ് നമ്മളെ ഉള്ളിൽ വസിക്കുകയാണ്. ക്രൈസ്റ്റ് നമ്മളെ ഉള്ളിൽ വസിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ തളർന്നിരിക്കുമ്പോഴൊക്കെ നമ്മുടെ അടുക്കൽ വന്ന് ആരോ ശബ്ദമുണ്ടാക്കി നമ്മളെ എഴുന്നേൽപ്പിക്കുന്നു. സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ബൂസ്റ്റ് ചെയ്ത് നമ്മളെ ചാർജ് ചെയ്ത് എഴുന്നേൽപ്പിക്കുന്നത് ദൈവമാണ്. അത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുണ്ട്. തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയവർ. അപ്പോൾ ഈ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ആ അകത്തിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വാക്യം ഒന്നുകൂടെ വായിക്കുക. ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകരുത്, തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടി വരും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. നമ്മൾ ക്രിസ്തു അകത്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനം ഏതാണ്? നമ്മുടെ ശരീരമാണ്. പ്ലാറ്റ്ഫോം നമ്മുടെ ശരീരമാണ്. ഈ പ്ലാറ്റ്ഫോമായ നമ്മുടെ ശരീരത്തിൽ നമ്മളത് വെളിപ്പെടേണ്ടി വരും. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെ ഫലവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടി വരും. ലിവിങ് ഹെല്ലായിട്ട് നമ്മൾ ഈ ഭൂമി ജീവിക്കേണ്ടി വരും. അല്ലാതെ എവിടെയോ ഒരു സ്ഥലത്ത് മരിച്ച ശേഷം ദൈവം ഒരുക്കി. ഒരു വാക്യം കൂടെ നിങ്ങളെ മുമ്പേ ഞാൻ ആദ്യം ഇതിനകത്തിട്ടൊരു വേർഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നേരത്തെ ഞാൻ പറഞ്ഞ വാക്യമാണ്. കൊലോസ്യ ലേഖനം 1:27 അവർ ജാതിയുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നെന്നാണ്. ഏത് മനുഷ്യരും ക്രിസ്തുവിൽ തികഞ്ഞനായി. ക്രിസ്തു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ക്രൂശിൽ കിടക്കുന്ന രൂപമല്ല പറയുന്നത്. ക്രിസ്തു എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറയുന്ന ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വസിക്കുന്ന സകല പ്രപഞ്ചത്തെയും ഭരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ദൈവിക എനർജിയാണ്. ഞാൻ ഒരു വേർഡ് കൂടെ നമ്മുടെ അടുക്കൽ വരാം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത് 12:7 പറയുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എന്താണ്? ആത്മാവ് അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയും ശരീരം പൊടി ഭൂമിയിലേക്ക് തിരികെ ചേരുകയും ചെയ്യും. അല്ലാതെ സ്വർഗത്തിലും നരകത്തിലും പോവും എന്ന് എഴുതിയിട്ടില്ല. ഇതും ബൈബിളിലുള്ള വാക്യമാണ്. അബ്രഹാമിൻ്റെ മടിത്തട്ടെന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ബൈബിളിലുള്ള വാക്യങ്ങളാണ്. പക്ഷേ സ്വർഗത്തിലും നരകത്തിലും പോകുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ മനുഷ്യനെ പ്രാകൃതന്മാരാക്കുമ്പോൾ യഥാർത്ഥ സത്യം അവരറിയാതെ അവർ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള പ്രേരണയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരാൾ സ്വാർത്ഥനായി ജീവിക്കുന്നതുകൊണ്ടാണ് മറ്റൊരുത്തനെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒറ്റയ്ക്ക് ഒരു മരുഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ആരോട് പാപം ചെയ്യാനാണ്? മനുഷ്യൻ തമ്മിൽ ജീവിക്കുമ്പോൾ ഒരുത്തന് തിന്മ ചെയ്യാതിരിക്കുക എന്നതാണ് ഈ ഭൂമിയിലെ നിയമ സംവിധാനങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും. കാരണം ഈ മതഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായത് നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പെയാണ്. അന്ന് പുരോഹിതന്മാരാണ് നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന നിയമം എടുത്തു വെച്ചായിരുന്നു അന്ന് കേരളത്തിലുൾപ്പെടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ നിയമങ്ങളിലുള്ള കാര്യം തന്നെയാണ് ഇന്നത്തെ നിയമങ്ങളിലുള്ളത്. അപ്പോൾ ഒരുത്തന് തിന്മ ചെയ്യാതിരിക്കാൻ, ഇത് സ്വാർത്ഥനായി ജീവിക്കുന്നതുകൊണ്ടാണ് ഈ തിന്മയുണ്ടാകുന്നത്. എൻ്റെ കുടുംബം, എനിക്ക് വേണ്ടി, എൻ്റെ ജീവിതം, എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ നാട്, ഇതെല്ലാം എനിക്കുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമി വന്നപ്പോൾ എനിക്കുള്ളതെന്ന് പറഞ്ഞ് ആകപ്പാടെ ഉണ്ടായിരുന്നത് എന്താ? ഒന്നുമില്ലായിരുന്നു. ഈ ശരീരമല്ലാതെ തിരിച്ചു പോകുമ്പോഴിതേ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് കയ്യിൽ വിശന്ന ഒരുത്തൻ കൈ നീട്ടിയാൽ അവൻ മദ്യപിച്ചിട്ടുണ്ടോ മദ്യപിക്കാതിരിക്കുകയോ നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒന്നുമല്ല. നിനക്ക് ചെയ്യാൻ പ്രാപ്തിയുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. കാരണം ദൈവം പല വേഷത്തിൽ നിന്റെ മുമ്പേ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഹിന്ദുയിസത്തിനകത്ത് പഠിപ്പിക്കുന്നത്.
മുസൽമാൻ ആൾക്കാർ പഠിപ്പിക്കുന്ന തീമും എല്ലാ തീമുകളും ഒന്നാണ്. മനസ്സിലായോ? ഒരു നാണയത്തിന് രണ്ട് വശം പോലെ എല്ലാ തീമും ഒറ്റ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മനുഷ്യന് തിന്മ ചെയ്യരുത്, മനുഷ്യന് സ്വാർത്ഥനായിട്ട് ജീവിക്കരുത്, അവന് വേണ്ടി അവൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവന് മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കരുത് എന്നും എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നുണ്ട്. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളെ ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് കർമ്മ എന്ന് പറയുന്നത്. അഥർവവേദത്തിനകത്ത് കർമ്മ ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ച് അതുപോലെ വരുമെന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യനൊരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് അവൻ ചെയ്ത കർമ്മത്തിന് ഫലമുണ്ടാകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു വഴിയിൽ നിന്ന് പോയപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നൊരു പേഴ്സ് തറയിൽ വീഴുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ചോദ്യമായിരിക്കും: ഈ പേഴ്സ് ഞാൻ എടുക്കണമോ അവന് കൊടുക്കണമോ? അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ അത് ഫലമാണ്, കർമ്മം ചെയ്യുവാണ്. ഈ കാശെടുത്ത് സൗരം നിന്ന് നിങ്ങളുടെ പേഴ്സ് തറയിൽ വീഴുന്നിട്ടുണ്ടോ, അതുകൊണ്ട് പേഴ്സ് എടുത്താൽ കൊടുക്കണം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം. അദ്ദേഹം എടുക്കും. ഈ കർമ്മം ഇന്നല്ലെങ്കിൽ നാളെ ആകുമ്പോൾ വേറെ രീതിയിൽ നിൻ്റെ അടുക്കൽ അത് വരും. അതാണ് കർമ്മ എന്ന് പറയുന്നത്. തെറ്റായ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ പേഴ്സ് ഞാൻ എടുത്ത് പതുക്കെ, അതിനകത്ത് ശരിക്കും കാശുണ്ട്, ഞാൻ പതുക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ചാൽ ആ കാശ് കൊടുത്ത് ഞാനൊരു ആഹാരം വാങ്ങിച്ച് കഴിക്കുകയോ ഞാൻ വേണ്ടാത്തത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം എൻ്റെ പേഴ്സ് ഇതേപോലെ പോവും. കർമ്മയാണ്. നമ്മൾ പറയാതെ ഹിന്ദുയിസത്തിലല്ലേ, മുസൽമാൻ്റെ അല്ലേ, അത് ക്രിസ്ത്യൻ ഒന്നുമല്ല. പ്രപഞ്ചത്തിനകത്ത് റൂൾ വെച്ചിട്ടുണ്ട്: മനുഷ്യന് ഹാനി ഉണ്ടാക്കരുത്. മനുഷ്യന് ഹാനി ഉണ്ടാക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ ആരെയും കയ്യേറ്റം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അതറിയാമോ? ആരുടെയും പേഴ്സണൽ ലൈഫിനകത്ത് നമുക്ക് ഇടിച്ചു കയറാൻ അനുവാദമില്ല. നീ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുത്തന് അടി കൊടുക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ചെയ്യുന്നവൻ്റെ ഉള്ളിൽ അവൻ ദോഷം ചെയ്യുന്നത്, അവനൊരടി കൊടുത്താൽ 100% അടി എവിടെ നിന്നെങ്കിലും നിനക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ ഇരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഞാൻ നേരത്തെ വായിച്ച വാക്യം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് മുഴുവൻ ഈ ശരീരം കൊണ്ട് തന്നെ ഭൂമിയിൽ അനുഭവിച്ച് തീർക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം, ഇവിടെ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് മരിച്ച് അവിടെ ചെന്ന് ആ പരിപാടിയില്ല. കൃത്യമായ പരിപാടികൾ ദൈവം ഭൂമിയിൽ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട്. സമുദ്രം തിര കയറി മുകളിലോട്ട് വരാതിരിക്കാൻ അതിരിട്ടിട്ടുണ്ട്. നാട്, വീട്, എല്ലാ സംഭവങ്ങളും ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മനുഷ്യൻ്റെ പ്രശ്നം എന്നറിയാമോ? മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അവർ ഐക്യമായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കാൻ പറ്റും. ഭൂമിയിലെ മറ്റ് മൃഗങ്ങൾക്കോ യാതൊരു ജീവജാലങ്ങൾക്കോ അതില്ല. ഒരു വീട് വയ്ക്കാൻ 10, 20 പേര്, 25 പേര് ഒരുമിച്ച് നിന്നിട്ട് ഒരു വീട് വയ്ക്കണമെന്ന് വിചാരിച്ചാൽ അവർ ചെയ്തിരിക്കും. കാരണം അവരുടെ മൈൻഡ് സെറ്റ്, ലക്ഷ്യവും ഗോളും ഒന്നായിരിക്കും. പക്ഷേ ഒരുത്തനൊരു തിന്മ ചെയ്യണമെന്ന് മൈൻഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവൻ അത് ചെയ്തിരിക്കും. കാരണം അവൻ എല്ലാ പേരുടെയും മൈൻഡ് സെറ്റ് ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഭൂമിക്കകത്ത് എന്തുകൊണ്ടാണ് തിന്മ വരുന്നതെന്നറിയാമോ? നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി വരുന്നതെന്നറിയാമോ? സ്വാർത്ഥന്മാരായതുകൊണ്ട്. വിട്ടുകൊടുക്കാൻ തയ്യാറാവുമോ വന്നു ചേരും. നമ്മൾ പലതും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, നമ്മുടെ ലൈഫ്. ഞാനിപ്പോൾ ഈ ഇത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പോലും, എന്നെ കാണുന്ന നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പോലും ₹1 കിട്ടാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചം പ്രകാശിക്കാനാണ്. അത് എന്നിൽ കൂടെയാണെങ്കിൽ അത്രയും ഉപകാരം. കാരണം ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ മൂക്കിൽ നിന്ന് ശ്വാസം വിട്ടു പോകുമ്പോൾ ഒരാളെങ്കിലും എന്നെ ഓർക്കും ഈ ലൈവുകളിൽ കൂടെ എന്നെങ്കിലും. ഞാനീ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അയാളെ മരണത്തിൽ നിന്ന് വരെ ചിലപ്പം വിളിച്ച് കയറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ മരിച്ചിട്ട് അവിടെ പോയിട്ടല്ല പരിപാടി ദൈവം കൊടുക്കുന്നത്. മനുഷ്യർ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ അവൻ ചെയ്ത എല്ലാ തിന്മയ്ക്കും നന്മയ്ക്കും ദൈവം അവന് പകരം കൊടുക്കും. അഥവാ പകുതിയിൽ വെച്ച് അവൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോയാൽ ശങ്കരാചാര്യം പറഞ്ഞതുപോലെ അവൻ്റെ കർമ്മങ്ങൾ അവനെ പിന്തുടരും. അവനെന്ന് പറഞ്ഞാൽ അവനിൽ കൂടി വന്ന എല്ലാ ജനറേഷനും ആ കർമ്മങ്ങൾ പിന്തുടരും. ചിലർ ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ്? ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ്
ദൈവമേ എനിക്ക് ഇത് ഭവിച്ചത്. നമ്മളൊക്കെ ചില സമയത്ത് പറയും എത്രയോ തവണ മരിച്ചാൽ മതി എന്ന് പറയും. ദൈവം ഈ പ്രാർത്ഥനയൊക്കെ കേട്ടിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നന്മ കാണുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ വന്നു, ദൈവം അന്ന് ആ പ്രാർത്ഥന കേട്ടിരുന്ന ഇന്ന് ഈ നന്മയെ അനുഭവിക്കാൻ നമ്മൾ കാണുമോ? അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കാനാണ്. മനസ്സിലായോ? മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി നമ്മൾ ജീവിക്കാനാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി ജീവിക്കാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ജീവിക്കാനാണ്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി വസ്തു പിടിക്കുന്നു, നമ്മുടെ അതിരുകൾ പിടിക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. മരണത്തിൽ നിന്ന് കൈപിടിച്ച് പലരെ എഴുന്നേൽപ്പിക്കാൻ ദൈവം നമുക്ക് അവസരം തരുന്നെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഭക്ഷണം വേണമെന്നുള്ളവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. അവൻ്റെ മുമ്പിൽ നീ ദൈവമായിരിക്കും. ഇപ്പം എന്നെ വിമർശിക്കുന്ന ഒരുപാട് യൂട്യൂബിലെ ആൾക്കാർ കമൻസൊക്കെ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. വിമർശിക്കുന്ന അത് ചുരുക്കമായാലും 1-2 പേരെ കാണുള്ളൂ. കാരണം എല്ലാ ചെടിയുടെ ഇടയിലും ഒരു കള കാണും. വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് വിമർശിക്കാൻ അറിയത്തുള്ളൂ, ഇവർക്ക് ഇറങ്ങി നാട്ടിൽ ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല. ശങ്കരാചാര്യൻ പറഞ്ഞതുപോലെ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവൻ്റെയും അവൻ്റെ തലമുറയിലും വന്ന് ഭവിക്കും. ഞാൻ ചോദിക്കട്ടെ, ചിലർ പറയാറില്ലേ, എന്തുകൊണ്ടാണ് ദൈവമേ ഞാനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഭവിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും. നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെ മുമ്പോട്ടുള്ള ആൾക്കാർ ചെയ്ത കർമ്മ പരിപാടികൾ അവരിൽ പെൻഡിങ് വന്നത് നിങ്ങളിൽ വന്നു എന്ന് ഞാൻ പറയും. പലരും പറയും ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഒന്നുമില്ല, പുതിയ സൃഷ്ടിയാണെന്ന്. നിനക്ക് കിട്ടിയിരിക്കും. ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം അതിൽ നീക്കുപോക്ക് തരുമെന്ന്. മരണത്തിൻ്റെ നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവെന്ന് എന്ന് പറഞ്ഞാൽ നീ ഒരു മരണത്തിൻ്റെ കെണികളിലേക്ക് പോകുന്ന വഴി ദൈവം നിങ്ങളെ വഴി മാറ്റിവിട്ട് നിങ്ങളെ സംരക്ഷിക്കുമെന്ന്. ക്രിസ്തുവിനെ അറിഞ്ഞാലുള്ള ക്രിസ്തു എന്നിൽ വസിക്കുന്നതെന്നും ക്രിസ്തുവിനെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ക്രൈസ്റ്റ് അനോയിൻറ്റ്മെൻറ്റ് നമ്മളോട് പറയും, ഇല്ല, നിങ്ങൾക്ക് മരണം ഭീതിയുള്ള താഴ്വരെ കൂടെ പോയാലും ദൈവം നമ്മളെ കൈ പിടിച്ച് നമ്മളെ വെളിച്ചത്തിലേക്ക് നടത്തുകയാണ്. നമ്മൾ പറയാറുണ്ട്, ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റല്ല, നിങ്ങളുടെ തലമുറകൾ ചെയ്ത, നിങ്ങളുടെ പൂർവികർ ചെയ്ത എൻ്റെ ഫലമാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളെന്ത് ചെയ്യണം? ഈ തലമുറയിൽ നിങ്ങൾക്ക് പറ്റുന്ന, ഈ ബൈബിളിൽ സദൃശ്യവാക്യങ്ങളിലൊരു വാക്യമുണ്ട്, ധനവാന്മാർ അല്ലെങ്കിൽ വേറെ വാക്യത്തിൽ ഇംഗ്ലീഷ് എഴുതിക്കുന്ന വൈസ് മെൻസ് എന്നാണ്, ബുദ്ധിയുള്ളവർ തങ്ങളുടെ മക്കൾക്ക് അവകാശം വെച്ചേച്ച് പോകുന്നു. അതിന് പലരും പ്രസംഗിക്കുന്നത് മക്കൾക്ക് സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. സമ്പത്തല്ല ഉണ്ടാക്കി വയ്ക്കുന്ന, അവർ ഉണ്ടാക്കി വയ്ക്കുന്ന ഇൻഹെറിറ്റൻസ് ആണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് അവർ നല്ല പ്രവൃത്തികളെ ചെയ്ത് അവരുടെ ജീവിതം നിറയ്ക്കും. അതിൻ്റെ വൈബ്രേഷൻ അടിക്കുന്നത് അടുത്ത തലമുറയാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ കമ്പി കഷ്ണം എടുത്തിട്ട് ഈ ഒരു പ്രതലത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അങ്ങറ്റത്താണ് അതിൻ്റെ വൈബ്രേഷൻ വരുന്നത്. നിങ്ങളിവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും ഇവിടെ എത്തിയിരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പരിപാടികൾ മൊത്തം നിങ്ങളുടെ തലമുറകളുടെ മേലെത്തിയിരിക്കും. എനിക്കറിയാം, പലിശയ്ക്ക് കാശ് കൊടുത്ത് കൊങ്ങയിൽ അല്ലെങ്കിൽ അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്ന ആൾക്കാർ എനിക്കറിയാം, നല്ല പരിചയമുള്ള ആൾക്കാരുണ്ട്. അവർ മരിച്ചുപോയി, പക്ഷേ അവരുടെ സമ്പത്ത് കൊണ്ട് ആ പിടിച്ചു പറിച്ച സമ്പത്ത് കൊണ്ട് അവർ പല കാര്യങ്ങൾ ചെയ്ത് അതൊന്നും പ്രാക്ടിക്കബിളി ഒരു ബ്ലെസ്സിങ് ആയി മാറിയിട്ടില്ല. പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് അത് പിടിച്ചു പറിച്ച് ഒരു മനുഷ്യൻ്റെ നിന്ന് വാങ്ങി മകളെയും മകൻ്റെയോ കല്യാണവും വിവാഹം നടത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷയമെന്ന് പറഞ്ഞാൽ സമാധാനമില്ല. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? അന്ന് വാങ്ങിയ പണം ഇവനോട് സംസാരിക്കുകയാണ് നീ ചെയ്ത തെറ്റിനെക്കുറിച്ച്. അപ്പോൾ ഇവനെ സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും, കൂടെയുള്ള എത്ര വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. കൂലിക്കാരൻ്റെ കൂലി പിടിച്ചു വയ്ക്കാൻ പാടില്ല.
നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ എത്രത്തോളം നന്മ ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ടാണ് തിരുവെഴുത്തുകളെല്ലാം, ബൈബിളുകൾ, ഋഗ്വേദം, പിന്നെ നമ്മുടെ ഖുറാൻ എല്ലാം നമ്മോട് പറയുന്ന ഒരൊറ്റ തീമേ ഉള്ളൂ: മറ്റുള്ള മനുഷ്യർക്ക് ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുക. കാരണം അപ്പോൾ നമ്മൾ സമ്പാദിച്ചു വെച്ചാൽ ആ നന്മ എന്ന് പറയുന്ന സമ്പാദ്യം നമ്മുടെ തലമുറകളുടെ മേൽ വാഴും. പണം സമ്പാദിച്ചാൽ കുറഞ്ഞു കുറഞ്ഞു പോകും, തീർന്നു പോകും. ഒരു നോട്ട് നിരോധനം വന്നാൽ തീരാന്നേ ഉള്ളൂ. സമ്പത്ത്, സ്ഥലങ്ങളും സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അതൊക്കെ തീരാൻ ഒരു ഹോസ്പിറ്റൽ കേസ് മതി. പക്ഷേ നമ്മൾ നന്മ എന്ന് പറയുന്ന സമ്പത്തുണ്ടാക്കി വെച്ചാൽ, നമ്മൾ നല്ല പ്രവൃത്തികളെന്ന സമ്പത്തുണ്ടാക്കി വെച്ചാൽ അടുത്ത തലമുറകൾ അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലരിന്ന് നല്ല അനുഗ്രഹിക്കപ്പെട്ടവരായി, നല്ല കുഞ്ഞുങ്ങൾ, സമാധാനമുള്ള അന്തരീക്ഷം എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം അവർ സമ്പാദിച്ചല്ല, അവരുടെ പൂർവികർ നല്ലത് ചെയ്ത് സമ്പാദിച്ച് കിട്ടിയതാണ് അതൊക്കെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വാക്യം ഇത്രത്തോളം നമ്മളോട് ഷെയർ ചെയ്യാൻ ഈ ചുരുങ്ങിയ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ.